നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഇപ്പോൾ കളക്ടർ തൻ്റെ നിലപാട് മാറ്റിയിരിക്കുന്നു. PP ദിവ്യക്കെതിരെ കളക്ടർ തിരിഞ്ഞു എന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസം. മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ നൽകിയ റിപ്പോർട്ടിൽ PP ദിവ്യയെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് ജില്ലാ കളക്ടർ. പൊതുപ്രവർത്തകൻ ദേവദാസ് തലാബ് നൽകിയ പരാതിയിൽ കമ്മീഷൻ സിറ്റി പോലീസ് കമ്മീഷണറിൽ നിന്നും ജില്ലാ കളക്ടറിൽ നിന്നും മറുപടി തേടിയിരുന്നു. ദിവ്യ യാത്രയയപ്പ് ചടങ്ങ് അലങ്കോലപ്പെടുത്തിയെന്നും ADMനെ അധിക്ഷേപിച്ചു മടങ്ങിയെന്നും ജില്ലാ കളക്ടർ മനുഷ്യാവകാശ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. സാധാരണ ഇത്തരം ചടങ്ങുകളിൽ മാധ്യമ സാന്നിധ്യം ഉണ്ടാകാറില്ല. എന്നാൽ ഈ ചടങ്ങ് കവർ ചെയ്യാൻ പ്രാദേശിക ചാനലിൻ്റെ വീഡിയോഗ്രാഫറും റിപ്പോർട്ടറും വന്നു. ഇത് PP ദിവ്യ വിളിച്ചു വരുത്തിയതാണ്. ADMനെ പോലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന് യാത്രയയപ്പ് നടക്കുന്ന ചടങ്ങായതുകൊണ്ട് അവിടെ മാധ്യമപ്രവർത്തകർ എത്തിയതിൽ സംശയം തോന്നിയില്ല. താനൊരു വഴിപോക്കെയാണെന്നും ഇങ്ങനെയൊരു പരിപാടി ഇവിടെ നടക്കുന്നു എന്നറിഞ്ഞാണ് താനിവിടെ എത്തിയതെന്നും PP ദിവ്യ പ്രസംഗിച്ചു തുടങ്ങി. പൊതുകാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് പെട്രോൾ പമ്പിന് NOC നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കടന്നത്. അതുവരെ ഇങ്ങനെയൊരു കാര്യം PP ദിവ്യ പ്രസംഗിക്കും എന്ന് താൻ കരുതിയില്ല. താൻ പലതവണ ADMനെ വിളിച്ചിട്ടും നടക്കാത്ത കാര്യം ADM സ്ഥലം മാറ്റം കിട്ടിപ്പോകുന്നതിന് 2 ദിവസം മുൻപ് നടന്നതിൽ നന്ദിയുണ്ടെന്നും അതെങ്ങനെ ലഭിച്ചു എന്ന് 2 ദിവസത്തിനകം നിങ്ങളെല്ലാം അറിയുമെന്നും യോഗത്തിൽ വെച്ച് PP ദിവ്യ പറഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥന് നൽകുന്ന ഉപഹാര സമർപ്പണത്തിന് സാക്ഷിയാവരുത് എന്ന് ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞാണ് അവർ തൻ്റെ പ്രസംഗം നിർത്തിയത്. ഉപഹാര സമർപ്പണത്തിന് മുൻപ് പ്രസംഗം അവസാനിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ PP ദിവ്യ വേദി വിട്ടു. ADMന്റെ മരണത്തിൽ പോലീസ് കേസെടുത്ത് നിയമ നടപടികൾ സ്വീകരിച്ചുവെന്ന് മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ റിപ്പോർട്ടിൽ കളക്ടർ പറയുന്നു. മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ റിപ്പോർട്ടിൽ ADM നവീൻ ബാബു തൻ്റെ ചേംബറിലെത്തി തെറ്റുപറ്റി എന്ന് പറയുന്ന ഭാഗം കളക്ടർ ഉൾപ്പെടുത്തിയില്ല. പകരം PP ദിവ്യ അധിക്ഷേപ പ്രസംഗം നടത്തിയത് ക്രൂരമായി എന്ന തലത്തിൽ തന്നെയാണ് കളക്ടർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കാൻ ഇടയാക്കിയതു തന്നെ കളക്ടറുടെ മൊഴിയായിരുന്നു. അധിക്ഷേപ പ്രസംഗത്തിന് ശേഷം ചടങ്ങ് കഴിഞ്ഞ് നവീൻ ബാബു തൻ്റെ ക്യാബിനിൽ വന്നുവെന്നും തനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞുവെന്നുമാണ് കളക്ടർ പോലീസിന് മുൻപാകെ നൽകിയ മൊഴി. ഈ മൊഴി കോടതിക്ക് മുൻപാകെ പ്രതിഭാഗം അഭിഭാഷകൻ ഉയർത്തിക്കാട്ടി. നവീൻ ബാബു അഴിമതി ചെയ്തു എന്ന് തെളിയിക്കാനായിരുന്നു പ്രതിഭാഗം കോടതിയിൽ വാദഗതികൾ ഉന്നയിച്ചത്. അതിനെ പൂർണ്ണമായി സഹായിച്ചതാവട്ടെ കളക്ടർ അരുൺ K. വിജയൻ്റെ ഈ മൊഴിയും. അതിനുശേഷവും ഇതേ നിലപാട് തന്നെയാണ് കളക്ടർ അരുൺ K. വിജയൻ തുടർന്നത്. നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് വരുത്തി തീർക്കാൻ പ്രതിഭാഗത്തിൻ്റെ കയ്യിൽ ആകെയുള്ള ആയുധമായിരുന്നു കളക്ടർ അരുൺ K. വിജയൻ. യാത്രയയപ്പ് യോഗം തുടങ്ങുന്നതിന് മുൻപ് കളക്ടർ PP ദിവ്യയുമായി മൊബൈൽ ഫോണിൽ സംസാരിച്ചിരുന്നു. അന്ന് രാവിലെ കളക്ട്രേറ്റിലെത്തിയ PP ദിവ്യയോട് ഇത്തരമൊരു യാത്രയയപ്പ് യോഗം നടക്കുന്ന വിവരം പറഞ്ഞതും ഇതേ കളക്ടർ തന്നെയാണ്. ഇക്കാര്യം വ്യക്തമായി ജാമ്യാപേക്ഷയിൽ PP ദിവ്യ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്നെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് കളക്ടർ വിളിച്ചു വരുത്തിയതാണ് എന്നതായിരുന്നു PP ദിവ്യയുടെ നിലപാട്. കാര്യങ്ങൾ തങ്ങളുടെ പിടിവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ കളക്ടർ പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു എന്ന് വ്യക്തം. നവീൻ ബാബുവിൻ്റെ കുടുംബം ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ച് CBI അന്വേഷണത്തിന് വേണ്ടിയുള്ള ഹർജി നൽകാൻ ഒരുങ്ങുകയാണ്. PP ദിവ്യയ്ക്ക് അനുവദിച്ചിരിക്കുന്ന ജാമ്യം റദ്ദാക്കണമെന്നും നവീൻ ബാബുവിൻ്റെ കുടുംബം ഹൈക്കോടതിക്ക് മുൻപാകെ അപേക്ഷ നൽകുന്നു. ഇതിനിടയിൽ പരിഭ്രാന്തരായ കളക്ടർ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. CBI അന്വേഷണം ഏറ്റെടുത്താൽ തൻ്റെ കാര്യം പരുങ്ങലിലാകും. PP ദിവ്യയും കളക്ടറും തമ്മിലുള്ള മൊബൈൽ ഫോൺ സംഭാഷണങ്ങളെക്കുറിച്ച് കൃത്യമായ അന്വേഷണം ഇതുവരെ അന്വേഷണ സംഘം നടത്തിയിട്ടില്ല. നവീൻ ബാബുവിന് വന്ന ചില ഫോൺ കോളുകളുടെ പിന്നാലെയായിരുന്നു അന്വേഷണ സംഘം മുഖ്യമായി തങ്ങളുടെ അന്വേഷണം തിരിച്ചുവിട്ടത്. ഇതിൽ പരസ്യമായ അതൃപ്തി നവീൻ ബാബുവിൻ്റെ കുടുംബം പ്രകടിപ്പിക്കുക കൂടി ചെയ്തു. നവീൻ ബാബുവിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന് വന്ന സ്വകാര്യ കോളുകൾ അടക്കം പോലീസ് വിശദീകരിച്ചിരുന്നു. തുടക്കം മുതൽ അട്ടിമറികൾ തന്നെയായിരുന്നു ഈ കേസിലെ സവിശേഷത. അന്വേഷണ സംഘം രൂപീകരിക്കുന്നതിന് മുൻപ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ നേതൃത്വത്തിൽ പോലീസ് ചില അന്വേഷണങ്ങൾ നടത്തി. എന്നാൽ നവീൻ ബാബു എങ്ങനെ മരിച്ചു എന്നതിനെക്കുറിച്ച് ഇതുവരെ കൃത്യമായ അന്വേഷണത്തിന് പോലീസ് ഒരുങ്ങിയില്ല. നവീൻ ബാബുവിൻ്റെ മരണം കഴിഞ്ഞ ചില വിവാദങ്ങൾ കേരളത്തിൽ ഉയർത്തിവിട്ടതിന് പിന്നിലും ഈ മരണം ഏതെങ്കിലും വിധത്തിൽ അന്വേഷിക്കപ്പെടാതെ പോകണം എന്ന താൽപ്പര്യങ്ങളായിരുന്നു. പ്രശാന്തന് പിന്നിലെ ബിനാമി ഇടപാടുകളെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചില്ല. മുഖ്യമന്ത്രിക്ക് നൽകിയ വ്യാജ പരാതിയെക്കുറിച്ച് പോലും അന്വേഷണ സംഘം തിരിഞ്ഞു നോക്കിയില്ല.
ഏതുവിധേനയും നവീൻ ബാബുവിനെ അഴിമതിക്കാരനാക്കി ചിത്രീകരിച്ച് യാത്രയയപ്പ് യോഗത്തിൽ ദിവ്യ അറിയാതെ പ്രസംഗിച്ചു പോയ ഒരു ഭാഗം മാത്രമാണ് അധിക്ഷേപ പ്രസംഗമെന്നും ആത്മഹത്യാ പ്രേരണയ്ക്ക് അതുമാത്രം കാരണമാവില്ല എന്നും കോടതിയിൽ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് ഒരു വശത്ത് നടക്കുന്നത്. അതിനാക്കം കൂട്ടുന്നതാവട്ടെ പ്രോസിക്യൂഷനും അന്വേഷണ സംഘങ്ങളുമൊക്കെ. വലിയ അട്ടിമറി നടക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ നീക്കങ്ങൾ. ADMK നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാൻ കോടതിയുടെ ഇടപെടൽ തേടിയിരിക്കുകയാണ് ഇപ്പോൾ കുടുംബം. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ യാത്രയയപ്പ് യോഗത്തിൻ്റെ മുഖ്യ സാക്ഷിയായ കളക്ടർ അരുൺ K. വിജയൻ, പെട്രോൾ പമ്പ് തുടങ്ങാൻ അപേക്ഷ നൽകിയ TV പ്രശാന്ത് എന്നിവരുടെ മൊബൈൽ ഫോൺ വിളികളുടെ വിശദാംശങ്ങളും ടവർ ലൊക്കേഷൻ സംബന്ധിച്ച വിവരങ്ങളുമൊക്കെ സംരക്ഷിക്കണമെന്നാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ കോടതിക്ക് മുൻപാകെ ഹർജി നൽകിയിരിക്കുന്നത്. ADMന്റെ മരണം നടന്ന് 1 മാസം പിന്നിട്ടിട്ട് ഇപ്പോഴും കേസന്വേഷണത്തിൽ പോലീസ് അനാസ്ഥ കാട്ടുന്നുവെന്നാണ് മഞ്ജുഷ ഹർജിയിൽ പറയുന്നത്. എന്നിട്ടും ശക്തമായ നടപടികൾക്ക് അന്വേഷണ സംഘം മുന്നിട്ടിറങ്ങുന്നില്ല. നവീൻ ബാബു മരിച്ച് 1 മാസം പിന്നിട്ടപ്പോഴാണ് ഒടുവിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിലെത്തി ഭാര്യ മഞ്ജുഷയുടെ മൊഴി പോലും രേഖപ്പെടുത്താൻ പുതുതായി രൂപീകരിക്കപ്പെട്ട അന്വേഷണ സംഘം നീങ്ങിയത്. നവീൻ ബാബു അന്ന് മരണത്തിലേക്ക് പോയ വഴികളെക്കുറിച്ച് ഒരുവിധ അന്വേഷണവും അന്വേഷണ സംഘം ശക്തമായി നടത്തിയില്ല. ആരാണ് നവീൻ ബാബുവിനെ മുനീശ്വരൻ കോവിലിൽ നിന്ന് കൊണ്ടുപോയത്, എങ്ങനെ ക്വാർട്ടേഴ്സിലെത്തി, എങ്ങനെ മരണപ്പെട്ടു, എല്ലാം അജ്ഞാതമായി തുടരുന്നു. TV പ്രശാന്തൻ മാത്രമല്ല, പ്രശാന്തിന് പിന്നിൽ ശക്തമായ ചില മാഫിയ സംഘങ്ങളുടെ ഇടപെടലുകളും തുടക്കം തൊട്ട് സംശയിച്ചിരുന്നു. നവീൻ ബാബുവിൻ്റേത് കൊലപാതകമാണ് എന്ന് കേരളം ആവർത്തിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ബോധപൂർവം ഈ കേസ് അട്ടിമറിക്കാൻ ഭരണകൂടം കൂട്ടുനിൽക്കുന്നത്? PP ദിവ്യ CPMൻ്റെ വനിതാ നേതാവായതുകൊണ്ട് മാത്രമല്ല, PP ദിവ്യയ്ക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന വലിയ ലോബികളെ സംരക്ഷിക്കുകയാണ് പലരുടെയും താൽപ്പര്യം. CBI അന്വേഷണം എത്രയും പെട്ടെന്ന് ഏർപ്പെടുത്തിയില്ല എങ്കിൽ തെളിവുകൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെടും. കളക്ടർ അരുൺ K. വിജയൻ്റെ ഇപ്പോഴത്തെ ഈ മൊഴിമാറ്റം ഒരു കാര്യം വ്യക്തമാക്കുന്നു: കളക്ടർക്കും ഭയം വല്ലാതെ പിടികൂടിയിരിക്കുന്നു. CBI ഭയം തന്നെയാണ് കളക്ടറുടെ ഇപ്പോഴത്തെ നിലപാടിനു പിന്നിൽ. സിറ്റി പോലീസ് കമ്മീഷണറും PP ദിവ്യക്കെതിരായ റിപ്പോർട്ട് തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. കൃത്യമായ അന്വേഷണം നടത്തി നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവന്നില്ല എങ്കിൽ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ഒരു അട്ടിമറി തന്നെയാകും ഈ കേസ് അന്വേഷണം. ഒരുപാട് കണ്ണികൾ ഇനിയും പൂരിപ്പിക്കപ്പെടേണ്ടതുണ്ട്. സംഗതി കണ്ണൂർ കോട്ടയാണ്, ചുവപ്പുകോട്ട. പാർട്ടിയുടെ ലോബി ഏറ്റവും ശക്തമായിരിക്കുന്ന പ്രദേശം. അവിടെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി PP ദിവ്യ മാധ്യമങ്ങളെ വെല്ലുവിളിക്കുന്നതും സ്വന്തം പാർട്ടിയെപ്പോലും ചൂണ്ടുവിരലിൽ നിർത്തുന്നതുമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ PP ദിവ്യയ്ക്ക് തികഞ്ഞ ആത്മവിശ്വാസമാണ് ആ മുഖത്ത്. അത് എന്തുകൊണ്ടാണ് എന്ന് കേരളത്തിന് വ്യക്തമായി മനസ്സിലായി. ഒപ്പം നിൽക്കാൻ പാർട്ടിയും ഭരണകൂടവും ഒക്കെയുണ്ട് എന്നവർക്ക് ബോധ്യമുണ്ട്. അതിലപ്പുറം അന്വേഷണ സംഘം പോലും അവരുടെ ചൊൽപ്പിടിക്ക് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടി വരച്ച വരയിലൂടെ മാത്രം നീങ്ങുകയാണ് ഇപ്പോൾ പോലീസ് അന്വേഷണ സംഘം. സത്യം അത് തെളിയിക്കും വരെ പോരാടാനുറച്ച് മഞ്ജുഷയും നവീൻ്റെ കുടുംബവും. ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂല വിധി ഉണ്ടാകും എന്ന് ആ കുടുംബം പ്രതീക്ഷിക്കുന്നു. CBI തന്നെ അന്വേഷണത്തിന് വരണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.